ധൈര്യമായിട്ട് കേരളത്തിൽ ചികിത്സിക്കാം. 5ഓളം സമരങ്ങൾ ചെയ്തു. 5ഓളം സമരങ്ങൾ എവിടെയാണെന്ന് അറിയാമോ? നമ്മുടെ കൊറ്റങ്കര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും കൊറ്റങ്കര പഞ്ചായത്തിലുമായിട്ട് 5ഓളം സമരങ്ങൾ ചെയ്തു. കൊറ്റങ്കര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഉയർച്ചയും ഇല്ലാത്തതിൻ്റെ പേരിലാണ് മുഖത്തല മണ്ഡലം യുവമോർച്ച സമരങ്ങൾ ഏർപ്പെടുത്തിയത്. അതിൽ 1-2 സമരങ്ങൾ കൊണ്ടുവരാനായിട്ട് നമ്മുടെ ചാനലിന് സാധിക്കുകയുണ്ടായി. അതിലെനിക്കും പങ്കെടുക്കാൻ പറ്റി. അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ കൊറ്റങ്കര PHCയിൽ, അതായത് ആ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഇഞ്ചക്ഷൻ എടുക്കുന്നതിനും മുറിവ് ഡ്രസ്സ് ചെയ്യുന്നതിനുമൊക്കെ വേണ്ടിയിട്ട് കറണ്ട് ഇല്ലാത്ത സമയത്ത് മെഴുകുതിരി വെട്ടത്തിലും മൊബൈലിൻ്റെ വെളിച്ചത്തിലും അവിടെ മരുന്ന് കൊടുത്ത് രോഗികൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു അവസ്ഥ ഉണ്ടായപ്പോഴാണിത് യുവമോർച്ച, മുഖത്തല മണ്ഡലം യുവമോർച്ച ഏറ്റെടുത്തത്. അപ്പോൾ ആ സമരങ്ങളുടെ ഒരു വിജയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ MLAയുടെ ഫണ്ടിൽ നിന്നും ജനറേറ്റർ വെക്കുവാനായിട്ട്, പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ജനറേറ്റർ വെക്കുവാനായിട്ട് നമ്മുടെ MLAയുടെ ഫണ്ടിൽ നിന്നും പണം അനുവദിച്ചിരിക്കുകയാണ്. എന്തായാലും മുഖത്തല മണ്ഡലം യുവമോർച്ചയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊള്ളുന്നു. നമ്മുടെ മുഖത്തല മണ്ഡലം യുവമോർച്ചയുടെ പ്രസിഡൻറ്റ് ജിത്തു കൊറ്റങ്കരയുടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ 2 വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം. ഓക്കെ. ഞാൻ ഒരു 7 മാസത്തിന് മുമ്പ് 24-ലൊക്കെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തു. അതായത് ഒരു ദിവസം മൊത്തം നീണ്ടിരിക്കുന്ന വലിയൊരു വിവാദം, ഇരുട്ടത്ത് മരുന്ന് വെക്കുക കറണ്ട് ഇല്ലാത്ത സമയത്ത്. അന്ന് തൊട്ട് കൊറ്റങ്കര PHCയിലെ അവിടുത്തെ മെഡിക്കൽ ഓഫീസറായിട്ടുള്ള ഗണേഷ് സാറിനെ കണ്ടു. അപ്പോൾ പുള്ളി പുള്ളിക്ക് അതിനോടൊന്നും ഒരു താല്പര്യമില്ലാത്ത രീതിയിലാണ്, അവിടെ കറണ്ട് വേണം അങ്ങനെയുള്ളൊരു താല്പര്യമില്ലാത്ത രീതിയിലാണ് പുള്ളിയുടെ സംസാരം. അപ്പം യുവമോർച്ച പ്രവർത്തകർ പോയി സംസാരിച്ച സമയത്ത് യുവമോർച്ച പ്രവർത്തകരുടെ പേരിൽ പുള്ളി ക്രിമിനൽ കേസ് ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മളെ കിളിയൂർ സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ വരെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഓഫീസർമാർക്കൊക്കെ നമ്മളെ കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഈ യുവമോർച്ചക്കാർ ക്രിമിനൽസാണെന്നാണ് പുള്ളിയുടെ ധാരണ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു 5ഓളം സമരങ്ങളായിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഇനിയും സമരങ്ങൾ യുവമോർച്ച ചെയ്യും. ഇനിയും ഈ മണ്ഡലം കേന്ദ്രീകരിച്ച് ഒരുപാട് പരിപാടികൾ, നമ്പർ 1 കേരളം എന്ന നമ്മുടെ മുഖ്യമന്ത്രിയുടെ ആശയം അവർക്ക് നടത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും യുവമോർച്ചയിലൂടെ ഞങ്ങൾ നടത്തും. ഇനിയും അനീതിക്കെതിരെയും അക്രമത്തിനെതിരെയും ഞങ്ങളെ ഈ മണ്ഡലം കമ്മിറ്റി എപ്പോഴും ജനങ്ങളെ കൂടെ തന്നെ കാണും. മാസ്ക് ഇല്ലാത്തതിൻ്റെ പേരിൽ പാവപ്പെട്ട ആൾക്കാർക്ക് മരുന്ന് കൊടുക്കാതെ പറഞ്ഞു വിടുന്നൊരു പരിപാടി ഈ മെഡിക്കൽ ഓഫീസർ നടത്തിയിട്ടുള്ള കാര്യം നാളുകൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് ഈ സോഷ്യൽ മീഡിയകളിലൊക്കെ വന്ന കേസാണ്. ഈ മാസ്ക് ഉപയോഗിക്കുന്ന, ഈ സർജിക്കൽ മാസ്ക് എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കുന്ന ഒരൊറ്റ പ്രാവശ്യം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് മാസ്ക് അന്ന് ഇറക്കിയത് കൊറോണ സമയത്ത്. പക്ഷേ നമ്മുടെ ഈ മെഡിക്കൽ ഓഫീസറിനെ കാരണം പാവപ്പെട്ട ആൾക്കാർ, അതായത് ഈ വൃദ്ധരായ കുറേ ആൾക്കാർ 5 രൂപയുടെ സാമ്പത്തിക ടൈറ്റ് കൊണ്ട് ആ 5 രൂപ എടുക്കാനില്ലാത്തത് കൊണ്ട് ഈ സർജിക്കൽ മാസ്ക് 1-ൽ കൂടുതൽ പ്രാവശ്യം ഉപയോഗിക്കുന്നത് തന്നെ കേടാണ്. ഇദ്ദേഹം മരുന്ന് കൊടുക്കത്തില്ല എന്ന് പേടിച്ചിട്ട് ഈ പ്രായം ചെന്ന ആൾക്കാർ ഈ സർജിക്കൽ മാസ്ക് 3, 4, 5, 10 പ്രാവശ്യമൊക്കെ ഉപയോഗിക്കുക. ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ കയറുമ്പോൾ എടുത്ത് മുക്കിൽ വെച്ചിട്ട് പോകുമ്പോൾ തിരിച്ച് മടി വെച്ചുകൊണ്ട് പോകും. വീണ്ടും പിറ്റേ ആഴ്ച 2, 3 പ്രാവശ്യമൊക്കെ മരുന്നിന് വരുന്ന ഒരു സാഹചര്യമുണ്ട് പ്രായം ചെന്ന ആൾക്കാർക്ക്. അപ്പോൾ വീണ്ടും ഇവർ വരുമ്പോൾ ഈ മാസ്ക് തന്നെ ഉപയോഗിക്കും. ആ മാസ്കിൻ്റെയൊക്കെ അഴുക്ക് കണ്ടു കഴിഞ്ഞാൽ പോലും നമുക്ക് ഒരു മനമറുപ്പ് തോന്നും. അപ്പോൾ അങ്ങനെയുള്ള മാസ്കെങ്കിലും വെച്ചുകൊണ്ട് വേണം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെല്ലാനായിട്ട്, എന്നെങ്കിലേ അദ്ദേഹം മരുന്ന് കൊടുക്കത്തുള്ളൂ. അപ്പോൾ മെഡിക്കൽ ഓഫീസർ കാണിക്കുന്ന അങ്ങനത്തുള്ള പ്രവണതയൊക്കെ ഒന്ന് അവസാനിപ്പിക്കണം. തീർച്ചയായിട്ടും മാസ്കിൻ്റെ കാര്യത്തിലുള്ള അങ്ങനത്തുള്ള ബലം പിടുത്തമൊക്കെ ഒന്ന് അവസാനിപ്പിക്കണമെന്ന് അറിയിക്കുകയാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഹെൽത്ത് സെൻ്ററുകൾ ഇങ്ങനെയൊക്കെ ഉള്ളത്.